പരിശുദ്ധ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ദിവ്യപ്രകാശം ഇരുട്ടിനെ കീറി മുറിച്ചു. എലിയ, മേപ്പന്മാരായ ആട്ടിടയന്മാർ ദിവ്യ തേജസ്സിൽ കുളിച്ച ഒരു ദൂതനെ കണ്ട് ഭയന്നു വിറച്ചു. ദൂതൻ ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇതാ ഞാൻ സന്തോഷത്തിന്റെ സുവിശേഷം കൊണ്ടുവന്നിരിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ ഭയന്നു വിറച്ചു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രകാശം മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ച കഥയുടെ ആരംഭമായിരുന്നു ഇത്. എന്നാൽ ആ ആട്ടിടയന്മാർക്ക് ഈ ദിവ്യപ്രകാശം അവരുടെ ചിന്തയ്ക്ക് അതീതമായിരുന്നു. അവർ അതിന്റെ ഉറവിടവും തേടിയുള്ള യാത്ര ആരംഭിച്ചു. അതുപോലെ നാമും ആ പ്രകാശത്തിന്റെ ഉറവിടവും തേടി യാത്ര ആരംഭിക്കുമ്പോൾ ഇരുട്ടിന്റെ ആഴക്കയങ്ങളിലേക്ക് വീണു പോകുന്നത് ആരും അറിയാതെ പോകുന്നു. പ്രിയമുള്ളവരെ, ആട്ടിടയന്മാരെ ആ പ്രകാശത്തെ തേടാൻ വിളിച്ചതുപോലെ നാമും ക്രിസ്തുവെന്ന പ്രകാശത്തെ തേടിപ്പോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ച അന്വേഷികളെ, കാലിത്തൊഴുത്തിൽ പിറന്ന് ഗാഗുൽത്തായിൽ അപമാനം കൊണ്ട് മരണപ്പെട്ട ക്രിസ്തുവിന്റെ പാതയിലേക്ക് തിരിയുവിൻ. ക്രിസ്തുവാണ് ആദിയും അന്തവും, ആൽഫയും ഒമേഗയും. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം